അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയാണ് ഒരു ഭാഗത്ത് ഷാമിൽ, മറ്റൊരു ഭാഗത്ത് സിനാൻ. എന്നാൽ സിനാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു. ആ പ്ലാനിംഗ് എല്ലാം പൊളിഞ്ഞ രീതിയിൽ അവൻക്ക് ദേഷ്യവും വെറുപ്പും ഒരുപാട് വർദ്ധിച്ചിരുന്നു. ആറ്റുനോറ്റ് കിട്ടിയൊരു ചാൻസ്, അത് അവനായിട്ടങ്ങ് നഷ്ടപ്പെടുത്തി. അതോ ഇനി അവളെങ്ങാനും നിയന്ത്രണം തെറ്റിച്ചോ അറിയുന്നില്ല. വേണ്ടില്ലായിരുന്നു. വേണ്ടാത്തൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തു കൂട്ടിയത്. അതോ അവളെങ്ങാനും കൺട്രോൾ തെറ്റിക്കാൻ എന്തെങ്കിലും ചെയ്തോ? അവൻ്റെ മനസ്സിൽ പല പല സംശയങ്ങൾ. എന്നാൽ അന്നവനൊരു സ്വപ്നത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് മറ്റൊന്നുമല്ല, അതെ, ഇന്ന് ബുഷിയെ കൊണ്ടുവരും ഒരു ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക്. എന്നാൽ അവളെ അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം ഞാൻ അവിടെ എത്തും. അവൾ ഒരിക്കലും അറിയില്ല. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു നടത്തിയിരുന്നത്. എല്ലാം തകിടം മറിഞ്ഞു പോയി. അതെ, അവളുടെ ആഗ്രഹം അതുതന്നെയായിരിക്കുമല്ലോ. ഞാൻ വരുന്നത് ഒരിക്കലും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അവൾ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അവന് വളരെയധികം സ്പീഡിൽ കാർ ഓടിച്ചു പോന്നു. എന്നാൽ അതാ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ എത്തി. അവനെ നേരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ബുഷി അത്രക്ക് പരിതാപകരമല്ലാത്ത സ്ഥിതി ആയതിനാൽ തന്നെ അതാ നേരെ സിനാൻ അവളുടെ അരികിലേക്ക് എത്തി. ബുഷി, എന്തു പറ്റി എന്ന് പറഞ്ഞു. എന്നാൽ അവളെ സ്ട്രക്ചറിലേക്ക് മാറ്റിക്കെടുത്തുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ ഇടപെട്ടു. വേണ്ട, ഞാൻ കെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. ശരിക്കും അവർ ഞെട്ടിപ്പോയി. എന്നാൽ ബുഷിക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ തനിക്ക് കിട്ടേണ്ട പെണ്ണിനെ ഇന്നെനിക്ക് കിട്ടിയില്ല, പക്ഷേ ഒരിക്കലെങ്കിലും അവളെ ഒന്ന്. എന്നാൽ പെട്ടെന്ന് സിനാൻ അവളെ അങ്ങ് വാരിയെടുത്ത് അതാ സ്ട്രക്ചറിലേക്ക് കെടുത്തുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അതാ ബുഷി ശരിക്കും അബോധാവസ്ഥയിലാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അവൾക്ക് അറിയുന്നില്ല. സിനാൻ ശരിക്കും അവളെ നല്ല രീതിയിലൊന്ന് പിടിച്ചു അങ്ങോട്ട് വെച്ചു. എന്നാൽ കൂടെയുള്ള എന്ത് സാർ നിങ്ങൾ കാണിക്കുന്നത്? അതെ, ഇതെൻ്റെ പെണ്ണാണ്. അതെ, അവളെ ഞാൻ പിടിച്ചോളാം, നിങ്ങളാരും തൊടണ്ട. അങ്ങനെ അതാ ബുഷിയെയും അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് ഷാമിൽ വരുന്നത്. വാരിയെടുത്ത് സ്ട്രക്ചറിലേക്ക് കിടത്തുന്ന ബുഷിയെ കണ്ട് ശരിക്കും ഷാമിൽ ഒന്ന് ഞെട്ടി. എന്നാൽ പെട്ടെന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. സിനാൻ, ഡോക്ടർ സിനാന്. അതെ, ബുഷിയെ ശരിക്കും അവൻ. എന്നാൽ ആ സമയമായപ്പോഴേക്കും അതാ അവർ റൂമിനകത്തേക്ക് കൊണ്ടുപോയി വാതിലടച്ചു. എന്നാൽ ഷാമിൽ ആകെപ്പാടെ ടെൻഷനായി. അവൾ മെസ്സേജ് അയച്ചു എന്നോട് വരാൻ പറഞ്ഞിട്ട്. പക്ഷേ അതിനിടയിൽ പിന്നെ വിളിച്ച സമയത്ത് ഒരാളാണ് ഫോൺ എടുത്തത്. എന്നാൽ ഈ സമയത്ത് അതാ ഷാമിൽ അങ്ങോട്ട് വന്നു. സിനാൻ്റെ കണ്ണിൽ അത് പെട്ടില്ല. ഷാമിൽ ചോദിച്ചു, ഇപ്പോൾ വന്ന പേഷ്യൻസ് എന്തിന് അപകടം? അത് കാറും ലോറിയുമായി കൂട്ടിയിടിച്ചതാണ്. തെറ്റ് കാറുകാരൻ്റെ അടുത്ത് തന്നെയാണ്. അതായത് CCTV ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്, അതായത് ഈ കാറ് നേരെ കാറ് നേരെ റോങ് സൈഡിലേക്ക് കയറി. അപ്പോൾ ലോറി ഇതുവരെ വരികയായിരുന്നു. അല്ലാതെ ഒരിക്കൽ പോലും ലോറി അല്ല, കാറുകാരൻ തന്നെയാണ്. എന്നിട്ട് എന്തെങ്കിലും ശരിക്കും ഷാമിൽ പറഞ്ഞു, ഒന്ന് കാണാൻ പറ്റുമോ പരിക്ക് പറ്റിയവരൊക്കെ? ഒരാൾ കുറച്ച് സീരിയസ്ലി വെച്ചാൽ എന്തൊക്കെ നല്ല പരിക്കുണ്ട്. പിന്നെ കൂടെയുള്ള ഭാര്യയ്ക്ക് അത്ര പരിക്കില്ല, പക്ഷെ അവൾ അബോധാവസ്ഥയിലാണ്. ഇനി തലക്ക് വല്ല ക്ഷതങ്ങാനും ഏറ്റിട്ടുണ്ടോ അതും പറയാൻ പറ്റൂല കേട്ടോ. എന്തൊക്കെ തന്നെയാലും സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ. സിനാൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത് തീരെ ഷാമിലിനങ്ങ് പിടിച്ചില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, ഒന്നും പറയാൻ വയ്യല്ലോ. എൻ്റെ ബുഷിയെ അവന് കോരിയെടുത്ത് സ്ട്രക്ചറിലേക്ക് വെച്ചു. മറ്റുള്ളവരൊക്കെ തട്ടിത്തിരിപ്പിച്ച്. എന്തിനായിരുന്നു? എന്നാൽ ഷാമിൽ അവിടെ നിന്നു. അവൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് സിനാൻ വന്നു. ആ ഷാമിൽ, നീ എത്തിയോ? ഓ, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്, ഇത്ര സ്പോട്ടിൽ നീ എങ്ങനെ ഇവിടെ എത്തി? അത് എനിക്ക് വിവരം കിട്ടി, ഞാൻ വന്നു. ചുരുക്കി പറഞ്ഞാൽ അതാ ഷാമിലും സിനാനും. സിനാൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഷാമിൽ. കാരണം അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഷാമിൽ കണ്ടുപിടിക്കുന്നു. എന്നാൽ അതിനിടയിൽ സിനാനാണെങ്കിൽ പച്ചക്കളവ് അൻഷിഫിനോട് പറയുകയും ചെയ്യുന്നു. ശരിക്കും ഷാമിലിന് അവനെ കണ്ടപ്പോൾ, അവൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. പക്ഷെ ഒന്നും പറയാൻ വയ്യല്ലോ.
അവരെങ്ങോട്ടായിരുന്നു യാത്ര? ഷാമിൽ അറിയാത്ത രീതിയിൽ ചോദിച്ചു. അവരെങ്ങോട്ട് ഹോസ്പിറ്റലിലേക്കോ ആർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞത്? ഞാൻ അവനോട് പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ ശരിക്കും അവൻ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. അതെ, ശരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തിനായിരുന്നു എന്നവൻ ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഷാമിൽ, വേണ്ട, വെറുതെ എന്തിനാ? എന്നാൽ അതിനിടയിൽ അതാ ഇപ്പോൾ ആക്സിഡൻ്റായി വന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ ആരുള്ളത്, അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം. ആ ഓക്കെ. ഷാമിൽ മുന്നോട്ട് വന്നു. അൻഷിഫിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അതാ അവനും മുന്നോട്ട് വന്നു. എന്നാൽ അവളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതിനിടയിൽ ഷാമിലിനോട് പറഞ്ഞു, ഇനി നീ പോയിക്കോ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരിക്കും ഷാമിൽ ഞെട്ടി. അത് വേണ്ട, രണ്ടുപേരും ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന സ്ഥിതിക്ക് രണ്ടുപേരും ആവശ്യമാണ്. ഇവിടെ ഏതൊക്കെയൊന്നും അറിയണമല്ലോ. ഇനിയിപ്പോൾ പുറത്താക്കിയാലേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇപ്പോൾ അഡ്മിറ്റായ ബുഷ്ര എന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ ആരുള്ളത്? കുട്ടി ആരെയും ചോദിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അതാ സിനാൻ അകത്തേക്ക് കയറുകയാണ്. ഷാമിൽ ഒരു നിമിഷം, അത് എന്താ ഷാമിൽ, മാറി നിൽക്ക്, എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണത്. എന്നാൽ ഷാമിലിന് അത് വല്ലാത്തൊരു ടെൻഷനായി. അതെ, 2 പേര് കൂടി വരണ്ട, ഒരാൾ വന്നാൽ മതി കേട്ടോ. അങ്ങനെ അതാ ഡോക്ടർ സിനാൻ അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ബുഷി പതുക്കെ കണ്ണു തുറന്ന് ചോദിച്ചത് അവളുടെ ഭർത്താവിനെയായിരുന്നു. ഇക്ക എവിടെ ഇക്ക? എന്നാൽ അതാ സിനാൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. ബുഷി, ഇത് ഞാനാണ്, നോക്കിക്കേ, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. അവൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ബുഷിക്ക് എന്തോ ഒരു ചിന്തകൾ വന്നു. ബുഷി, ഹേ, ആ എന്താ ബുഷി, നീ എന്താ ഇങ്ങനെ? നിനക്ക് എന്താ മുള പറ്റിയത്? അതാ സിനാൻ അവളുടെ കവിളുകളിൽ പതുക്കെ തൊട്ടുകൊണ്ട് സംസാരിക്കുന്നു. എന്നാൽ അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. സിനാനെ അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. വേണ്ട, നോ, എന്നെ ഒന്നും ചെയ്യല്ലേ, അവൾ വേദനയോടെ സഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല മോളു, എന്ത് ചെയ്യാൻ, ഒരിക്കൽ പോലും ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ നിൻ്റെ അടുത്ത് കൂട്ടിരിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാകും. ഉമ്മ, എൻ്റെ ഉമ്മ. ഏയ്, ഉമ്മയൊന്നും കൊണ്ടുവരണ്ട. ഇവിടെ എന്ന് വെച്ചാൽ ആരെയും നിർത്തില്ല അകത്തൊന്നും. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും. ഒരിക്കൽ പോലും ഉമ്മയൊന്നും വിളിച്ചു വരുത്തണ്ട വെറുതെ. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. എൻ്റെ ഫോൺ എവിടെ? ഫോണോ? ആ ഫോണ് ഞാൻ ചോദിച്ചു നോക്കാം. എന്തിനാ ഫോണ്? ഇപ്പോൾ ഫോണൊന്നും നോക്കണ്ട. എന്നാൽ വിവരം ഷാമിലിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഫോണ്. എന്നാൽ ഈ സമയം അതാ നേഴ്സ് പറഞ്ഞു, അതെ, സമയം കഴിഞ്ഞു കേട്ടോ, ഇനി നിങ്ങൾ പുറത്ത് നിന്നോളൂ. ഇതിപ്പോൾ ഡോക്ടർ വരും ഇനി നോക്കാൻ വേണ്ടിയിട്ട്, കാരണം എന്തൊക്കെയാണ് സ്കാനിങ് കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. എന്നാൽ സിനാനെ പുറത്തേക്കാക്കി. ഒരു നിമിഷം അതാ ഷാമിൽ അത് കണ്ടു. പഠിച്ചോനെ, ഷാമിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. റബ്ബേ, അള്ളാഹുവേ, പഠിച്ചോനെ, അവന് ബുഷീൻ്റെ അടുത്തേക്കാണ് പോയത്. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്നാൽ ബുഷിയോടൊക്കെ പറഞ്ഞത് ഒരിക്കൽ പോലും വിളിക്കരുത് എന്നായിരുന്നു. ഉമ്മയെ ഒന്നും ഞാനുണ്ടല്ലോ, അറിയിക്കേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. എന്നാൽ ഷാമിലിനത് സഹിച്ചില്ല. ഇല്ല, ബുഷി അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഡോക്ടറാണെന്ന് പറഞ്ഞാൽ കൂടുതൽ പരിഗണന ലഭിക്കും. ഇനി അതിൻ്റെ പേരിൽ എന്താ ചെയ്യുക? എന്നാൽ സിനാൻ ഒരിക്കൽ പോലും തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്ന് ചോദിക്കുകയോ പോലും ചെയ്തില്ല. ഷാമിൽ ചോദിച്ചു, അത് അൻഷിഫിന് എങ്ങനെയുണ്ട്? അൻഷീഫ് ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. കാര്യമായിട്ട് നല്ല സാരമായി ഏറ്റിട്ടുണ്ട്. ഒക്കെ റെഡിയായി വരും. കുറച്ച് ടൈം പിടിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ സമയം അവൻ പലതും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു. സിനാൻ അവൻ അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു. അത് ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഇദ്ദേഹം സർജനാണ്. ഓ, ശരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? ഇദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമാണ്, എങ്കിലും മാറ്റിയെടുക്കാം. അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് അതിനൊരുപാട് ക്യാഷ് കാര്യങ്ങളൊക്കെ. ആ ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയ അർജൻറ്റൊന്നുമില്ല. സാവധാനത്തിൽ മാറിയാൽ മതി. ഹോസ്പിറ്റലിൽ നിന്നോട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ശരിക്കും സിനാൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ആ ഡോക്ടർ തന്നെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എല്ലാവരും പെട്ടെന്ന് മാറിപ്പോകാനില്ല. നിങ്ങളിപ്പോൾ ആരാണ്? ഞാൻ കൂട്ടുകാരനാണ്. ഓ,
അങ്ങനെ അപ്പോൾ അപ്പുറത്ത് കിടക്കുന്നത് അതവരുടെ വൈഫാണ്. ആ ഓക്കെ ഓക്കെ. ശരിക്കും സിനാൻ അവരുടെ കാര്യത്തിലൊക്കെ ഇടപഴകി തുടങ്ങി. എന്നാൽ ഒരിക്കൽ പോലും അൻഷിഫ് പെട്ടെന്ന് എഴുന്നേൽക്കരുത് എന്നത് തന്നെയായിരുന്നു അവൻ്റെ ചിന്ത. എന്നാൽ ബുഷിയാണെങ്കിൽ അവിടെ നിൽക്കുകയും വേണം. ആ ഒരു ചിന്തയിലേക്കാണ് അവൻ വന്നത്. ഷാമിൽ ഇതെല്ലാം കണ്ടറിയുന്നു. ഷാമിലിന് സമാധാനമില്ല ഒന്നിനും. പക്ഷേ അവൾ വിളിച്ച് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എത്തുകയും ചെയ്തു. അല്ലാ, എന്തായാലും എന്തൊക്കെയാവുന്നാവും. മനസ്സിന് സമാധാനമല്ല. ബുഷി കുറേയൊക്കെ ഓക്കെയാണെന്നറിഞ്ഞു. എന്നാൽ അദ്ദേഹവും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അഥവാ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഇതാ ഇയാൾ അവളെ അങ്ങ് സ്വന്തമാക്കും. എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ബുഷിയെ വിട്ടുകൊടുക്കാൻ പാടില്ല. എനിക്കത് ഇഷ്ടമല്ല. ജീവിക്കണമെങ്കിൽ അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കട്ടെ, അല്ലാതെ ഇയാളുടെ കൂടെ. ഇയാളാൾ ശരിയല്ല. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേണ്ട. ഇപ്പോൾ തന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബുഷിയുടെ റൂമിലേക്ക് പോയത്? വിളിച്ചപ്പോഴേക്കും ഓടിപ്പോയല്ലോ. അവൾ പേടിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവളെ സംരക്ഷിക്കൽ എൻ്റെ ബാധ്യതയാണ്. എന്നാൽ സിനാൻ അവിടെയും ഇവിടെയുമായിട്ട് മണ്ടിപ്പായുകയാണ്. ഇതിനിടയിൽ അതാ ഷാമിൽ നേരെ തൻ്റെ കൂട്ടുകാരനായ അജ്മലിനെ വിളിക്കുന്നു. ഹലോ, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ മുത്തേ നീയേ? നിന്നെ അറബിയുമോ വല്ലാതെ തിരക്കുണ്ട് കേട്ടോ. എന്നെ ചീത്ത പറയുന്നുണ്ട്. കാരണം എന്നാലും നിങ്ങൾ ഷാമിലിനെ കല്യാണം കഴിച്ചില്ലല്ലോ, അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ എന്താടാ ചെയ്യുക? വിധി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഷാമിലിനെ ഒരു നിമിഷം എങ്ങനെ പറയണമെന്നായിപ്പോയി. അയ്യതെ അജ്മൽ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? എന്താ കല്യാണക്കാരിയാണോ? കല്യാണം പറയാനാണോ? അതൊന്നുമല്ല. അതായത് നമ്മുടെ പെങ്ങൾ ബുഷിയും അവളുടെ ഹസ്ബൻഡ് അൻഷിഫും കൂടെ കാറിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. മൂപ്പരെന്തോ ഫോണിലേക്ക് നോക്കിയെന്നോ അങ്ങനെ കൺട്രോൾ തെറ്റിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാലും വേണ്ടില്ല. എടാ ഷാമിൽ, നീ ഇപ്പം എവിടെ? ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. ശരിക്കും അതെല്ലാം കേട്ട് അത് അജ്മൽ തളർന്നു പോവുകയായിരുന്നു. അപ്പോഴേക്കും ഭാര്യ എന്തു പറ്റിക്ക? എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് അതാ അവൾ സപ്പോർട്ട് ചെയ്യുന്നു ഹംദ. എന്നാൽ അജ്മലിന് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഷാമിൽ, എന്തു പറ്റി? എന്താണ് പറ്റിയത് ശരിക്ക്? അവൾക്ക് എന്തേലും പറ്റുമോ? എൻ്റെ കുട്ടിക്ക് എന്തേലും പറ്റുമോ? ഇല്ല, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കണോ ഹോസ്പിറ്റലിൽ കിടത്തണോ നല്ലതല്ലേ? ഷാമിൽ, എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. നോ പ്രോബ്ലം. അവൾക്ക് നല്ല കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കട്ടോ. അജ്മൽ ആകപ്പാടെ സങ്കടം വന്നിട്ട് അവന് നിൽക്കാൻ കഴിയുന്നില്ല. അത് തൻ്റെ പെങ്ങൾക്ക് ആക്സിഡൻ്റ് ആയിരിക്കുന്നു. എന്ത് സംഭവിച്ചോ ബുഷി? ഇക്കാൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അവൾ വളരെയധികം വിഷമത്തോടെ അതാ ചോദിക്കുന്നു. എന്ത് പറ്റിയടാ? സത്യം പറ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? അജ്മലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷാമിൽ പറഞ്ഞു, ഇപ്പോൾ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഒരു അബോധാവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അളിയൻ്റെ കാര്യത്തിൽ കുറച്ച് ഒക്കെ ശരിയായിക്കോളൂ ഇൻഷാ അല്ലാ. ഷാമിൽ, ഞാൻ എത്ര പൈസ വേണമെങ്കിലും വിട്ടുതരാം. ഏറ്റവും പെട്ടെന്ന് ചികിത്സ ചെയ്ത് അവളെ രക്ഷിക്കണമെന്ന് പറ. അവളുടെ ആങ്ങള വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു ആ ദിവസം. എന്നാൽ ഷാമിൽ ആശ്വസിപ്പിച്ച്, ഇല്ല, അങ്ങനെ അത്രമാത്രമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, വീട്ടിൽ ഉമ്മയോടൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അറിയിച്ചോളെന്ന് കരുതിയിട്ടാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മ വന്നാലും അവളുടെ കൂടെ നിർത്താലോ, അതല്ലേ നല്ലത്. എന്നാൽ ഈ സമയം സിനാൻ വിചാരിച്ചിരുന്നു, ഒരാളും വേണ്ട, ആരും അറിയിക്കണ്ട, അവരുടെ കാര്യം ഞാൻ തന്നെ നോക്കും. അൻഷിഫിൻ്റെ കാര്യവും ഇവളുടെ കാര്യവും ഞാൻ തന്നെ നോക്കും. അവൾക്ക് എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഞാനങ്ങ് തീർത്തു കൊടുക്കും. സിനാൻ്റെ പ്രതിജ്ഞ അതായിരുന്നു. അവനൊരു കിട്ടിയ അവസരം മുതലാക്കുവാനും പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബുഷി ICUയിലാണ്. അവളുടെ അവസ്ഥ എന്താണെന്നൊന്നും അറിയുന്നില്ല. കാര്യമായിട്ട് പരിക്ക് അൻഷിഫിനെന്നാണ് പറഞ്ഞത്. ബുഷിക്ക് പഠിച്ചോളി 2 പേരും രക്ഷപ്പെടണേ അല്ലാ. അവർ 2 പേരും നല്ല ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് റഹ്മാനെ. സന്തോഷമാണ് എനിക്ക്, സന്തോഷം മാത്രം. എന്നാൽ സിനാൻ്റെ മനസ്സിൽ മറ്റു പല ദുആകളുമായിരുന്നു. അതായത് അൻഷിഫ് ഇതോടുകൂടി അങ്ങ് ഇല്ലാതായി തീരണം. സ്വന്തം കൂട്ടുകാരനെ ചതിക്കുന്ന ആളാണെന്ന് ഒരിക്കൽ പോലും സിനാനെ കണ്ടാൽ മനസ്സിലായില്ല. സ്വന്തം കൂട്ടുകാരൻ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ ഒരവസ്ഥ,
ആ ഒരവസ്ഥയിൽ പോലും അവൻ്റെ പെണ്ണിനെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു സിനാനുള്ളത്. എന്നാൽ ഷാമിലിനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഉമ്മയെ വരുത്തണം, എനിക്കൊരിക്കൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലാൻ പറ്റൂല. കാരണം മറ്റൊന്നുമല്ല, അതായത് സിനാൻ എന്തൊക്കെയോ കളവ് പറഞ്ഞ് എന്തൊക്കെയോ അൻഷിഫിനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. എന്നാൽ സമാധാനമില്ലായിരുന്നു ഷാമിലിനെ അവിടെ വിട്ടു പോകാൻ. ഒന്നുകിൽ അവൻ ഐസിയുവിലേക്ക് കയറിപ്പോകും, ഒരു പക്ഷേ നഴ്സുമാരൊന്നില്ലാത്ത സമയം, ഒരു പക്ഷെ അവൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയം. ഇല്ല, സിനാൻ എനിക്ക് വിശ്വാസമില്ല ഒരിക്കൽ പോലും. പാവൻ്റെ ബുഷി, റബ്ബേ അല്ല നീ കാക്ക്. എന്നാൽ ഈ സമയം അജ്മലത ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മ, ആ മോനെ. ഉമ്മ, എന്താടാ? അതെ, ബുഷിയും അളിയനും സഞ്ചരിച്ച കാറ്. മോനെ എന്താ, എന്തു പറ്റി? അല്ല, ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, കൂടുതലായിട്ടൊന്നുമില്ല. ഉമ്മന്ന്. മോനെ ഇത് എങ്ങനെ, ആരാ പറഞ്ഞത്? അതെ, ഷാമിൽ വിളിച്ച് പറഞ്ഞതാണ്. പഠിച്ചോനെ അല്ല, ആ നിമിഷം തന്നെ അതാ ഉമ്മ ഷാമിലിനെ വിളിക്കുന്നു. ഹലോ മോനെ ഷാമിലേ. അല്ല, നീ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയത്? നിൻ്റെ കുട്ടിയെ കണ്ടോ? നീ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ശരിക്കും ആ ഉമ്മ വിളിച്ചത് കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഹലോ ഉമ്മ. ആ അതെ, അത്ര വലിയ കേസൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. എന്നാലും ഉമ്മ പോരി. മോനെ ഞാനെങ്ങനെ? ഉമ്മ ഞാൻ വരണോ? അല്ലെങ്കിൽ വേണ്ട, ഒരു ഓട്ടോ വിളിച്ച് ഉമ്മ അങ്ങോട്ട് പോരി. ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുതരാം. ഉമ്മ അങ്ങോട്ട് പോരി. ശരിക്കും അതാ ഷാമിൽ ആ ഉമ്മയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ പോലും സിനാൻ അറിയുന്നില്ല ഈ ഒരു കാര്യം. സിനാൻ ഇടയ്ക്കിടെ ഐസിയുവിലേക്ക് പോകുന്നുണ്ട്. പാവം ബുഷിയുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് എന്നെനിക്കറിയുന്നില്ല. സിസ്റ്ററോട് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരോട് ചോദിച്ചോളട്ടോ. എല്ലാവരോടും ഇങ്ങനെ പറയാൻ കഴിയില്ല. എന്നാൽ തൻ്റെ ശത്രുവാണ് അവന് എന്നുള്ളത് ഒരിക്കൽ പോലും അവരറിയുന്നില്ലല്ലോ. ബുഷിയെ, നിന്നെ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സിനാനെ. അത് നീ ഏതവസ്ഥയിലാണെങ്കിലും പടച്ച റബ്ബ് നിനക്ക് പൂർണ്ണമായ ആരോഗ്യം തരട്ടെ. നീ പൂർണ്ണമായും തിരിച്ചു വരണം ബുഷി, അല്ലെങ്കിൽ അയാൾ വെച്ചേക്കില്ല, നിന്നെ ഊറ്റി ഊറ്റി കുടിക്കും, അത് ഉറപ്പാണ്. ഉമ്മയൊന്ന് വന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നതായിരുന്നു അവൻ്റെ മനസ്സിലെ ചിന്ത. റബ്ബേ ഒന്നും ഉണ്ടാവരുതേ അല്ലാ. പഠിച്ചോനെ, ബുഷി പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരണം, കൂടെ അൻഷിഫും. അല്ല എങ്കിൽ അൻഷിഫിനെ വെച്ച് അവൻ എന്തൊക്കെ ആ മറവിൽ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അൻഷിഫിൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബുഷിയുടെ അരികിലേക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഷാമിലിനെ ഉമ്മയെ ഒന്നുകൂടി വിളിച്ചു നോക്കി. ഉമ്മ ആ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ആ മോനെ ഇതാ വരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അൻഷിഫിൻ്റെ ഉമ്മ ഇതറിഞ്ഞിട്ടില്ല. എന്നാൽ സിനാൻ പറഞ്ഞു, അൻഷിഫിൻ്റെ ഉമ്മയെയും ആരെയും പറയണ്ട, എല്ലാവരോടും ടൂർ പോയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. സിനാൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത, ഒരാളെയും അറിയിക്കരുത് എന്നുള്ളത്. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ എല്ലാവരെയും അറിയിച്ച് ആളെ കൂട്ടണം. ഒരിക്കൽ പോലും സിനാൻ്റെ പദ്ധതി ഇവിടെ വിജയിക്കരുത് എന്നതായിരുന്നു അവൻ്റെയും മനസ്സിലുള്ള ആഗ്രഹം. എന്നാൽ ഉമ്മ ബേജാറായി ഓട്ടോ പിടിച്ച് അതാ വരികയാണ്. എന്നാൽ പാവം നമ്മുടെ അൻഷിഫിൻ്റെ ഉമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പഠിച്ചോനെ, അവർക്ക് നീ ഹയറാണെങ്കിൽ ആ കുട്ടീനെ നീ കൊടുക്കല്ല, ഷെറാണെങ്കിൽ ഒഴിവായി പോയിക്കോട്ടെ അല്ല. കാരണം പഠിച്ചോനെ അല്ലാ, നീ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലെയൊക്കെ നല്ല ഹയറായ റാഹത്തായ രീതിയിൽ എനിക്ക് നീ കൊണ്ടല്ല. ആ ഉമ്മ ദുആ ചെയ്യുകയാണ് തൻ്റെ മകൾക്കും മരുമകൻക്കും വേണ്ടി. എന്നാൽ മകളും മരുമകനും അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് എന്നുള്ളത് അവർ അറിയുന്നേയില്ല. ആ നിമിഷവും അവർ മക്കൾക്ക് വേണ്ടി, അതെ ബുഷിക്കും അൻഷിഫിനും വേണ്ടി ദുആ ചെയ്യുകയാണ് ആ ഉമ്മ. പഠിച്ചവനെ, ജീവിതാവസാനം വരെ നിലനിർത്തണേ അല്ലാ അവരുടെ സ്നേഹബന്ധം. എന്നാൽ ഈ സമയം അതാ അൻഷിഫ് കണ്ണു തുറക്കുന്നു. ബുഷി, ബുഷി നീ എവിടെ? അതെ, ബുഷിയൊക്കെ അവിടെയുണ്ട്, ബുഷിക്കൊന്നുമില്ല. നിങ്ങൾ ഓക്കെയാണോ? നിങ്ങളുടെ തലയൊന്ന് പതുക്കെ ഒന്ന് അത് ഞാൻ പറയാം. എന്നാൽ ഈ സമയം ഐസിയുവിൻ്റെ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് അതാ സിസ്റ്റർ വിളിച്ചു. അതെ, അൻഷിഫിൻ്റെ കൂടെയുള്ളവർ ഒന്ന് വരുമോ? എന്നാൽ പെട്ടെന്ന് അതാ ഷാമിലായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. എന്നാൽ മറുഭാഗത്ത് അവനാണെങ്കിൽ ഇവിടെ ഷാമിലായിരുന്നു. അവൻ എത്തുമ്പോഴേക്കും ഷാമിൽ, സർ ഇങ്ങോട്ട് വരൂ കേട്ടോ.
എന്നാൽ ഒരു നിമിഷം അവന് വിചാരിച്ചു, എന്നെ കാണുമ്പോൾ തീർച്ചയായും അവൻ ദേഷ്യം കൂടുവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അപ്പോഴേക്കും അതാ ഓടിക്കിതച്ചെത്തി അവൻ. ആ സർ, ഞാനാണ് അൻഷിഫിൻ്റെ കൂടെ. അങ്ങനെ അതാ അവർ ICUവിൻ്റെ അകത്തേക്ക് കയറി. എന്നാൽ ഷാമിൽ കയറിയില്ല. ഷാമിലിന് തോന്നി, ഞാനെങ്ങാനും കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ വലിയൊരു കുറ്റക്കാരനാക്കാനും അതാ അവൻ തയ്യാറായിരിക്കും. അവൻ ഇറങ്ങി. അവൻ ഒരു വാശിയും ദേഷ്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാ സിനാൻ അൻഷിഫിൻ്റെ ICUവിലേക്ക് പുറപ്പെടുകയാണ്. ഇനി എന്തെല്ലാം പറയും, എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.